ടാറ്റ ഗ്രൂപ്പ് മുൻ ചെയർമാനും ഇന്ത്യയുടെ വ്യവസായ ലോകത്തെ അനശ്വര മുദ്ര പതിപ്പിച്ച മഹാനായ നേതാവുമായ രത്തൻ നേവൽ ടാറ്റ തൻ്റെ മരണത്തിന് മുൻപ് തയ്യാറാക്കിയ വിൽപത്രം നടപ്പിലാക്കാനുള്ള ചുമതല തൻ്റെ വിശ്വസ്തരും ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തോടൊപ്പം നിന്നവരുമായ 4 പേരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ 4 പേരിൽ ആദ്യനായി അഭിഭാഷകനും ദീർഘകാല നിയമോപദേശകനുമായ ദാരിയസ് കമ്പാറ്റയാണ്. കമ്പാറ്റ വർഷങ്ങളായി ടാറ്റ ട്രസ്റ്റുകളുടെ നിയമകാര്യങ്ങളിൽ നേതൃത്വം വഹിച്ചു വന്നിരുന്നു. അദ്ദേഹം മാത്രമല്ല, ടാറ്റയുടെ വ്യവസായ സാമ്രാജ്യത്തിൻ്റെ കാര്യങ്ങൾക്കുള്ള ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള കൈകളിലാണ് ഇപ്പോൾ വിൽപത്രം എത്തിയിരിക്കുന്നത്. രണ്ടാമനായി മെഹിലി മിസ്ത്ര രത്തൻ ടാറ്റയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും സഹപ്രവർത്തകനുമാണ്. ബിസിനസ് ലോകത്ത് അപൂർവമായി മാത്രം കാണപ്പെടുന്ന വിശ്വാസവും സൗഹൃദവും പങ്കുവച്ചിരുന്ന ഇരുവരും ഒരേ ലക്ഷ്യത്തോടെയും കാഴ്ചപ്പാടോടെയും പ്രവർത്തിച്ചിരുന്നു. മെഹിലി മിസ്ത്രി ടാറ്റയുടെ സർ ദോബാർജി ട്രസ്റ്റിന്റെയും സർ രത്തൻ ടാറ്റ ട്രസ്റ്റിന്റെയും ട്രസ്റ്റിയായി സേവനം അനുഷ്ഠിച്ചിരുന്നു. ഈ 2 ട്രസ്റ്റുകളും ടാറ്റ ട്രസ്റ്റുകളുടെ പക്കൽ ടാറ്റ സൺസിന്റെ മാത്രം 66% ഓഹരികൾ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശക്തമായ കോർപ്പറേറ്റ് ഉടമസ്ഥതാ ഘടനകളിൽ ഒന്നായ ടാറ്റ ട്രസ്റ്റുകളുടെ ഭാവി ദിശാനിർണയം ചെയ്യുന്നതിൽ ഈ വ്യക്തികൾക്ക് നിർണായകമായ പങ്ക് വഹിക്കേണ്ടി വരും. മറ്റുള്ളവർക്ക് താരതമ്യേന പൊതുവേദികൾ അപൂർവമായി മാത്രമേ പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നുവെങ്കിലും രത്തൻ ടാറ്റയുടെ അർദ്ധ സഹോദരിമാരായ ഷിറിൻ ഡിയന്ന, ജെജി ബോയ് എന്നിവർ അദ്ദേഹത്തിന്റെ ജീവിത തീരുമാനങ്ങളിൽ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു. ടാറ്റ കുടുംബത്തിലെ ശക്തമായ ബന്ധത്തിന്റെ അടയാളമായി ഇവർ വിവിധ ടാറ്റ ട്രസ്റ്റുകളുടെ ബോർഡിൽ സേവനമനുഷ്ഠിക്കുകയും ധാർമ്മിക പ്രവർത്തനങ്ങളിൽ സാമൂഹിക പദ്ധതികളിലെ നേരിട്ട് പങ്കാളികളാവുകയും ചെയ്തു. രത്തൻ ടാറ്റയ്ക്കും സഹോദരിമാർക്കും തമ്മിലുള്ള ബന്ധം വാണിജ്യത്തിന്റെയും കുടുംബത്തിന്റെയും അതിർത്തികൾ മറികടന്ന് ഏറെ സ്നേഹവും വിശ്വാസ്യതയും നിറഞ്ഞതായിരുന്നു. വിൽപത്രം തയ്യാറാക്കൽ ഒരു നേതാവിന്റെ ജീവിതത്തിൽ ഏറ്റവും വ്യക്തിപരമായ തീരുമാനങ്ങളിലൊന്നാണ്. പ്രത്യേകിച്ച് രത്തൻ ടാറ്റ പോലെയുള്ള ആഗോള സ്വാധീനമുള്ള വ്യവസായ നായകനായ ഒരാളുടെ കാര്യത്തിൽ ഇത് സാധാരണ രേഖാപുരോഹിത പ്രക്രിയയല്ല. മറിച്ച് ഭാവിയിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്, മൂല്യങ്ങൾ, സ്ഥാപനത്തിന്റെ സാമൂഹിക ഉത്തരവാദിത്തം എന്നിവ തുടർച്ചയായി നിലനിർത്താൻ രൂപകൽപ്പന ചെയ്ത ഒരു ദീർഘകാല ദർശന പദ്ധതിയാണ്. ദാരിയസ് കമ്പാറ്റയുടെ നേതൃത്വത്തിലാണ് ഈ വിൽപത്രം തയ്യാറാക്കിയത്. നിയമപരമായ വ്യക്തതയും ട്രസ്റ്റുകളുടെ പ്രവർത്തനങ്ങളിൽ തടസ്സങ്ങളില്ലാത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള ശേഷിയും ഉറപ്പാക്കുന്നതിനാണ് ഇത് തയ്യാറാക്കുന്നത്. 2024 ഒക്ടോബർ 9 മുംബൈയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു രത്തൻ ടാറ്റ മരണപ്പെട്ടത്. അദ്ദേഹം അസുഖബാധിതനായിരുന്നുവെങ്കിലും മരണത്തിന് മുൻപ് വരെ അദ്ദേഹം സ്ഥാപന കാര്യങ്ങളിലും സാമൂഹിക പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു. ഇന്ത്യയെ വ്യവസായ രംഗത്ത് ലോകത്തിന്റെ മുന്നണിയിലേക്ക് കൊണ്ടുവന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ടാറ്റ ഗ്രൂപ്പ് സാങ്കേതിക വിദ്യ, വാഹന നിർമ്മാണം, സ്റ്റീൽ കെമിക്കൽസ്, ടെലികമ്മ്യൂണിക്കേഷൻസ്, ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ അനേകം മേഖലകളിൽ വ്യാപിച്ചു. രത്തൻ ടാറ്റയുടെ നേതൃത്വത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ നേട്ടങ്ങളിൽ ഒന്നാണ് ലോകത്തെ ഏറ്റവും കുറഞ്ഞ വിലയുള്ള കാറായ ടാറ്റ നാനോയുടെ അവതരണം. സുരക്ഷിതവും വില കുറഞ്ഞതുമായ വാഹനം സാധാരണ കുടുംബങ്ങൾക്ക് ലഭ്യമാക്കണമെന്ന അദ്ദേഹത്തിന്റെ സ്വപ്നമാണ് ഇതിന് പിന്നിലുണ്ടായിരുന്നത്. അതുപോലെ ടാറ്റ ഗ്രൂപ്പ് ടാറ്റ സോൾട്ട് വഴി ഉപ്പിന്റെ വിപണിയിൽ നിന്ന് ആരംഭിച്ച ടാറ്റ കൺസൾട്ടൻസി സർവീസ് വഴി IT മേഖലകളിൽ അന്താരാഷ്ട്ര വേദിയിലേക്ക് വളർന്നെത്തിയത് അദ്ദേഹത്തിന്റെ ദൂരദർശിത്വത്തിന്റെ തെളിവാണ്. അദ്ദേഹം സാധാരണ ബിസിനസ് നേതാക്കളിൽ നിന്ന് ഏറെ വ്യത്യസ്തനായിരുന്നു. ലാഭത്തിന്റെ 60%-ലധികം സാമൂഹിക സേവനങ്ങൾക്കായി മാറ്റിവെച്ചുകൊണ്ട് വ്യവസായ വിജയവും സാമൂഹിക ഉത്തരവാദിത്വവും കൈകോർത്ത് മുന്നേറാമെന്ന മാതൃക അദ്ദേഹം സ്ഥാപിച്ചു. വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ഗ്രാമവികസനം, ശുദ്ധജല വിതരണ പദ്ധതി എന്നിവിടങ്ങളിൽ ടാറ്റ ട്രസ്റ്റുകൾ വൻതോതിൽ ഇടപെടാൻ അദ്ദേഹത്തിന്റെ ഈ വഴിയാണ് സഹായിച്ചത്. രത്തൻ ടാറ്റയുടെ മാനേജ്മെന്റ് ശൈലി കടുപ്പത്തോടെയും കരുതലോടെയും നിറഞ്ഞതായിരുന്നു. ജീവനക്കാരുമായി നേരിട്ട് ആശയവിനിമയം നടത്തുകയും അവരുടെ ആശങ്കകൾ ശ്രദ്ധിക്കുകയും ചെയ്ത അദ്ദേഹം തൊഴിലാളി സൗഹൃദ നേതാവിന്റെ പ്രതീകാത്മകമായി മാറി. പ്രതിസന്ധികളിൽ പോലും ശാന്തത പാലിച്ച് ദീർഘകാല ലക്ഷ്യത്തെ മുൻനിർത്തിയുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ട അദ്ദേഹത്തിന്റെ കഴിവ് അദ്ദേഹത്തെ ഒരു അപൂർവ കോർപ്പറേറ്റ് സ്റ്റേറ്റ്സ്മാൻ ആക്കി മാറ്റി. ലോകത്തിലെ പല ഭാഗങ്ങളിലും അദ്ദേഹത്തിന് വലിയ ബഹുമാനവും അംഗീകാരവും ലഭിച്ചു. രാജ്യം അദ്ദേഹത്തെ പത്മഭൂഷണും പത്മവിഭൂഷണവും നൽകി ആദരിച്ചു. US, UK, ഓസ്ട്രേലിയ, ജപ്പാൻ തുടങ്ങിയ പല രാജ്യങ്ങളും അദ്ദേഹത്തിന്റെ വിവിധ ബഹുമതികൾ നൽകി അംഗീകരിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതം ബിസിനസ് വിജയത്തിന്റെയും മനുഷ്യ സ്നേഹത്തിന്റെയും അപൂർവ സംയോജനമാണ്.